സുഹൃത്തുക്കളെ, പിവറ്റ് ടേബിളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിവറ്റ് ടേബിളിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പിവറ്റ് ടേബിളിലുള്ള ഡാറ്റ ഉപയോഗിച്ച് അതിനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അഥവാ ചാർട്ടാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ് എന്നുള്ളത്. ഇങ്ങനെ ചാർട്ടാക്കി മാറ്റി കഴിഞ്ഞാൽ അതുപയോഗിച്ചുകൊണ്ട് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഡാഷ്ബോർഡ് ക്രിയേഷൻ്റെ പ്രാഥമിക അറിവ് എന്നുള്ള നിലക്ക് എങ്ങനെയാണ് പിവറ്റ് ടേബിളിൽ നിന്ന് ചാർട്ട് ഉണ്ടാക്കുന്നത് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞു. പിവറ്റ് ടേബിൾ ഡിസൈൻ, പിവറ്റ് ടേബിൾ അനലൈസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിവറ്റ് ടേബിൾ അനലൈസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ റെക്കമെൻഡഡ് പിവറ്റ് ടേബിൾ എന്ന് കാണാം. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് ഓൾറെഡി നമുക്ക് ആവശ്യമുള്ള പിവറ്റ് ടേബിൾ കാണാം. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രിവ്യൂ ഇവിടെ കാണിക്കും. അപ്പോൾ ടോട്ടൽ സെയിൽസ് ബൈ റീജിയൻ, ടോട്ടൽ സെയിൽസ് ബൈ സെയിൽ പേഴ്സൺ, ടോട്ടൽ സെയിൽസ് ബൈ പ്രോഡക്റ്റ്, ഇങ്ങനെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ നമ്മളിപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പിവറ്റ് ടേബിൾ നമുക്ക് കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണല്ലോ ഇവിടെ ഫീൽഡും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പിവറ്റ് ടേബിൾ ഉപയോഗിച്ച് നമുക്കൊരു ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം ചാർട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒക്കെ നമ്മൾ പിവറ്റ് ടേബിളിന്റെ ഉള്ള ഒരു സെല്ല് നമ്മൾ സെലക്ട് ചെയ്യണം. പിവറ്റ് ടേബിളിലുള്ള ഒരു സെല്ല് സെലക്ട് ചെയ്തു. പിവറ്റ് ടേബിൾ അനലൈസ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ പിവറ്റ് ടേബിൾ ചാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് ചാർട്ടുകളുടെ ടെംപ്ലേറ്റുകൾ ഇവിടെ കാണാം. അതിന്റെ പ്രിവ്യൂ ഒക്കെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഓരോന്നിലേക്കും ഇപ്പോൾ കടക്കുന്നില്ല. നമ്മളൊരു സിമ്പിൾ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് അതിന്റെ പ്രിവ്യൂ ഇവിടെ ഇങ്ങനെ കാണാം. നമുക്ക് ഇഷ്ടമുള്ള ചാർട്ടിന്റെ ഇത് ഇവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്യാം. ഇത് കോളം ചാർട്ടാണ്. നമ്മളൊരു സിമ്പിൾ ചാർട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നതോടുകൂടി ഇവിടെ പിവറ്റ് ടേബിളിന്റെ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓരോന്നിനുള്ള റീജിയൻ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഓരോ കാര്യങ്ങൾ ഇവിടെ സം ഓഫ് ടോട്ടൽ സെയിൽസ്, റീജിയൻ എന്നൊക്കെ ഉണ്ട്. നമുക്ക് ഈ ബട്ടൺ ഇവിടെ ആവശ്യമില്ല എന്നാണെങ്കിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്ത് ഇവിടെ കാണാം ഹൈഡ് വാല്യൂ ഫീൽഡ് ബട്ടൺ ഓൺ ചാർട്ട് എന്ന് കാണിക്കാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രം ഹൈഡ് ആവും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഹൈഡ് ചെയ്യാം. ഓൾ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിലോ മൊത്തം ഹൈഡ് ആവും. നമുക്ക് ഓൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഓൾ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഓൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മൊത്തം ഹൈഡായി മാറി. ഇനി ഇവിടെ നമുക്ക് പ്ലസ് എന്ന ഒരു ബട്ടൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ചാർട്ട് എലമെന്റ്സ് കാണാം. ഇത് ആക്സിസ് ആണ്. നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ആക്സിസ് കാണിക്കുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്ത് ഒഴിവാക്കുന്നതോടുകൂടി പോകും. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നമുക്ക് ഇവിടെ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇത് ആവശ്യമാണ്. ഇവിടെ നമുക്ക് ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഓരോന്നോരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ആക്സിസ് ടൈറ്റിൽ കാണാം. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിസ് ടൈറ്റിൽ, ഇതാണ് ആക്സിസ് ടൈറ്റിൽ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആക്സിസ് ടൈറ്റിൽ തന്നെ നമുക്ക് രണ്ടും ആവശ്യമില്ലെങ്കിൽ ഒന്നെന്ത് ചെയ്യാം, ഇവിടെ ക്ലോസ് ചെയ്യാം. രണ്ടും ആവശ്യമില്ലെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് പോകും. ഇവിടെ പ്രൈമറി ഹൊറിസോണ്ടൽ ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണമെന്നില്ല, കാരണം ഇത് റീജിയൻ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നതുകൊണ്ട് നമുക്ക് വൈ ആക്സിസ് എന്നുള്ള ഇത് വേണ്ട, ഹൊറിസോണ്ടൽ വേണ്ട എന്നാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് അത് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് എന്താണ്, എന്തിന്റെ വാല്യൂ ആണ് ഇവിടെ കാണുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, ഒന്ന് സെലക്ട് ചെയ്ത് നമുക്കത് ഇവിടെ ആവശ്യത്തിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ സെയിൽസ് എന്ന് കൊടുക്കാം. നമ്മൾ ടോട്ടൽ സെയിൽസ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്, നമുക്കിവിടെ കാണാം. ഇനി അതേപോലെ തന്നെ ചാർട്ട് ടൈറ്റിൽ, ഇതാണ് ചാർട്ട് ടൈറ്റിൽ. ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ എന്ത് കൊടുക്കാം, റീജിയൻ വൈസ് ടോട്ടൽ സെയിൽസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനൊരു ചാർട്ടിനൊരു ഹെഡിങ് വേണമല്ലോ, റീജിയൻ വൈസ് ടോട്ടൽ സെയിൽസ്. എന്തിനുള്ള ചാർട്ടാണെന്ന് അറിയാനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി അടുത്ത എന്താ, ഡാറ്റ ലേബൽ. ഡാറ്റ ലേബൽ എന്ന് ഇവിടെ ഹോവർ ചെയ്യുമ്പോൾ തന്നെ കാണിക്കും നമുക്ക് ഏത് രീതിയിലും. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഡാറ്റ ലേബൽ. ഈ ഇതിന്റെ സെൻട്രലിന്റെ സെയിൽസ് എത്രയാണ് ഇന്ന് ഓരോന്നിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഇനി അത് ഏത് രീതിയിൽ വേണം കേട്ടോ, ഈ ഹോവർ ചെയ്യുമ്പോൾ കാണാം ഇൻസൈഡ് എൻഡിൽ വേണോ. നമുക്ക് ഏറ്റവും ഡിസ്പ്ലേക്ക് നല്ലത് എന്താണ്, ഔട്ട്സൈഡ് എൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഔട്ട്സൈഡ്. ഇനി അതല്ല, ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഓരോന്നിനും ഒരു കോൾ ഔട്ട് പോലെ ഡാറ്റ കോൾ ഔട്ട് ആയിട്ട് ഇങ്ങനെ കാണിക്കും. നമ്മൾ ഔട്ട്സൈഡ് എൻഡ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അത് മാറ്റം വരുത്താം. ഡാറ്റ ടേബിൾ ഇവിടെ ഉണ്ട്, അതായത് അടിയിൽ വീണ്ടും എക്സ്ട്രാ അങ്ങനെ ഒരു ടേബിൾ ആയിട്ട് വരും. അത് അത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു. ഇങ്ങനെ ഗ്രിഡ് ലൈൻ, നമുക്ക് ഇവിടെ ഗ്രിഡ് ലൈൻ ഓൾറെഡി ഉണ്ട്, അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒഴിവാക്കാം. അതേപോലെ അതിനും പ്രൈമറി അങ്ങനെയൊക്കെ ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് കിട്ടും. നമ്മളിപ്പോൾ ഒന്ന് മാത്രമായിട്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെയൊക്കെ ഈ പറഞ്ഞ ഇതിലൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കി അതിന്റെ വ്യത്യാസം ഫീൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ചാർട്ടിന്റെ സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ കാണിക്കും. ഇനി അതേപോലെ തന്നെ ഇവിടെ നിന്നല്ലാതെ ഡിസൈനിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള ചാർട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓരോന്നും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ഇത് മാറുന്നത് കാണാം. ഓവർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്റ്റൈലായിട്ട് ഇങ്ങനെ ഒരു ചാർട്ട് സെലക്ട് ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ടോട്ടൽ സെയിൽസ് ഇവിടെ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ളതൊക്കെ
ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ലെജൻഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒന്നിൽ കൂടുതൽ ഗ്രാഫും വ്യത്യസ്ത കളറും ഉണ്ടെങ്കിൽ ഓരോന്ന് എന്തിനെയാണ് സൂചിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്കൊന്ന് തിരുത്താം. ടോട്ടൽ വൈസ് ടോട്ടൽ സെയിം. ഇങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ മാറ്റം വരുത്താം. ഇനി നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ ചാർട്ട് ടൈറ്റിൽ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. മോർ ഓപ്ഷൻസിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിന്റെ ഓരോന്നിലും ഫോർമാറ്റുകൾ മാറ്റം വരുത്താൻ പറ്റും. ബോർഡർ സ്റ്റൈൽ മാറ്റം വരുത്താൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ടൈം കൺസ്യൂം ആയതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തത്. ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇവിടെയും നമുക്ക് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഓരോന്നിന്റെ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗ്രാഫാണ് സെലക്ട് ചെയ്തെങ്കിൽ ഗ്രാഫിന്റെ കാര്യമാണ് കാണിക്കുക. നമ്മളിവിടെ ടോട്ടൽ സെയിൽ സെലക്ട് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് മിഡിൽ ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കും. ഇവിടെ എന്താണോ സെലക്ഷൻ നമ്മളിവിടെ ഗ്രാഫിന്റെ ഔട്ടർ സെലക്ട് ചെയ്തു. അപ്പോൾ അതിന്റെ സൈസ് ഇപ്പോൾ 100%ലാണ്. നമുക്ക് കുറേ ഗ്രാഫുകൾ വരുമ്പോൾ ഒരേ സൈസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൈസുകൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ അതിന്റെ വിഡ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സ്കെയിൽ അനുസരിച്ച് വേണം നോക്കാം. ലോക്ക് ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിന്റെ വാല്യൂസ് വലുതാവുന്നതിനനുസരിച്ച് ഇത് മാക്സിമം 3 ലക്ഷം വരെയുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. വേറെ ഗ്രാഫ് വരുമ്പോൾ അതിൽ കൂടുതലാവുമ്പോഴും ഇതിനനുസരിച്ച് വലുതാവുകയും ചെറുതാവുകയൊക്കെ ചെയ്യും. അത് ഒഴിവാക്കാൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ലോക്ക് ആസ്പെക്ട് റേഷ്യോ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അങ്ങനെ ഒരു എക്സാമ്പിൾ വരുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാം. പിന്നെ ടെക്സ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ഇവിടെ എടുത്തുകൊണ്ട് ടെക്സ്റ്റിന്റെ ഫോർമാറ്റുകൾ അതിന്റെ ഗ്രേഡിയന്റുകൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. അങ്ങനെ ഈ രീതിയിൽ ചാർട്ടിന്റെ എല്ലാ ഫോർമാറ്റുകളുടെ രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റം വരുത്താൻ പറ്റും. ഇനി അത് കഴിഞ്ഞു ഇപ്പൊ നമുക്ക് വേറെയും ചാർട്ടുകൾ വേണം. ഈ ചാർട്ടിന് നമുക്കൊന്ന് ഇവിടുന്ന് മൂവ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് വിചാരിക്കാം. ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന ഫോർമാറ്റുകളൊക്കെ നമുക്ക് ഇവിടുന്ന് പലതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർമാറ്റ് സെലക്ഷൻ ഉണ്ട്. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിനനുസരിച്ച് നമുക്ക് ഫോർമാറ്റിൽ മാറ്റം വരുത്താം. ഇതൊക്കെ നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫോർമാറ്റ് എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഗ്രാഫിൽ വിശദീകരിക്കുന്നില്ല. ഇനി നമുക്ക് ഈ ചാർട്ട് ഒന്ന് നമുക്ക് മൂവ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ മൂവ് ചാർട്ട് എന്നുള്ളത് എടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താലും ഇവിടെ നിന്ന് നമുക്ക് മൂവ് ചാർട്ട് കിട്ടും. ഒന്നിൽ കൂടുതൽ ഇപ്പോൾ ഇത് കോണ്ടെക്സ്റ്റ് മെനു ആണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ട്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ മൂവ് ചാർട്ട് ക്ലിക്ക് ചെയ്യാം. മൂവ് ചാർട്ട് ചോദിക്കുമ്പോൾ നമ്മളോട് സാധാരണഗതിയിൽ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമുക്ക് പുതിയൊരു ഷീറ്റിലേക്ക് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ ഷീറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിന് മുമ്പായിട്ട് നമ്മളൊരു ഷീറ്റ് 2 ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത് മൂവ് ചാർട്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഷീറ്റ് 2 സെലക്ട് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ചാർട്ട് ഇവിടെ എത്തി. ഈ ചാർട്ടിനെ നമുക്ക് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് കൊണ്ടുപോയി ഇടാൻ പറ്റും. ഇതിപ്പോൾ റീജിയൻ വൈസ് ടോട്ടൽ സെയിൽസ് ആണ്. ഇനി നമുക്ക് സെയിൽസ് പേഴ്സൺ അനുസരിച്ച് കിട്ടണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, പുതിയ ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. പുതിയ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നേരെ ഇൻസേർട്ട് പിവറ്റ് ടേബിൾ എന്ന് കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഗ്രാഫാണ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഇൻസേർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എവിടെയാണ് അതിന്റെ റീജിയൻ ഒക്കെ ചോദിക്കും. അപ്പോൾ എപ്പോഴും പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡാറ്റ സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇതാണല്ലോ നമ്മൾ ഡാറ്റ. നമ്മളിതിൽ ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്ത് ഇവിടെ ഇൻസേർട്ട് എന്നുള്ളതിൽ പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പിവറ്റ് ടേബിൾ എവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷീറ്റ് 1 കാണിച്ചു കൊടുക്കണം എന്നല്ല, ഞാൻ ഇതൊരു പുതിയ ഷീറ്റിലേക്കായി മാറും. ഷീറ്റ് 1 കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊരു ലൊക്കേഷൻ ചോദിക്കും. അപ്പോൾ നമ്മൾ പുതിയ ഷീറ്റിൽ നമ്മൾ ഇവിടെ കാണിച്ചു കൊടുക്കുന്നു വിചാരിക്കാം. ഇനി ഇവിടെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നതോടുകൂടി ഇവിടെ ഒരു പുതിയ പിവറ്റ് ടേബിൾ എന്തായി, ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഇതിൽ നമുക്ക് ഇവിടുന്ന് റെക്കമെൻഡഡ് പിവറ്റ് ടേബിൾ എടുത്ത് നമ്മൾ സെയിൽസ് പേഴ്സൺ വൈസ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ കൊടുക്കും. അപ്പോൾ അതോടുകൂടി നമുക്ക് ഇവിടെ കിട്ടും. ഇതിലും വേണമെങ്കിൽ നമുക്കൊരു പുതിയ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ നേരെ എളുപ്പത്തിൽ പറയാണ്. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസൈനിൽ പോയിട്ട് നേരത്തെ അതേ ഡിസൈൻ ആക്കി തന്നെ സെലക്ട് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തു. പിന്നെ ഇവിടെ ഇത് ഒഴിവാക്കണം, അത് നമുക്ക് ഒഴിവാക്കാം. ഹൈഡ് ഓൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡായി. ഇനി മറ്റു മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും വരുത്തണമെങ്കിൽ ഇവിടെയൊക്കെ നേരത്തെ ചെയ്ത മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. കൂടുതൽ നമ്മളത് വിശദീകരിക്കുന്നില്ല. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വെച്ച് ഇതിനൊന്ന് മൂവ് ചെയ്യുന്നു. നേരത്തെ അതേ ഷീറ്റിലേക്ക് മൂവ് ചെയ്യാണ്. ഇവിടെ മൂവ് ചെയ്തു. നമ്മൾ ഷീറ്റ് 2-ലാണുള്ളത്. അപ്പോൾ ഇവിടെ എന്തായി എത്തി. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് ഇതിനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇതിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാം. ഓക്കെ. ഇനി നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഇവിടെ വരുത്തണം എന്ന് വിചാരിക്കാം. നമുക്കിവിടെ 2 കാര്യങ്ങൾ ചെയ്യാം. ഇത് ഇത്രയും വലിയ ഇങ്ങനെ സംഖ്യകൾ വരുന്നതിന് പകരം നമുക്ക് ഇതേപോലെയുള്ള ഡിസ്പ്ലേ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വരുത്താം. പെർസെൻറ്റേജ് വൈസ് നമുക്ക് കൊടുക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മുമ്പ് ചെയ്തതാണ്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഷോ വാല്യൂ കോളം ടോട്ടൽ അനുസരിച്ച് ഇതിനെ പെർസെൻറ്റേജ് വൈസ് ആക്കി മാറ്റി. ഇവിടെയും നമ്മൾ അങ്ങനെ പെർസെൻറ്റേജ് വൈസ് ആക്കി മാറ്റുന്നു എന്ന് വിചാരിക്കാം. പെർസെൻറ്റേജ് വൈസ് ആക്കി മാറ്റി. ഇനി ഇവിടെ 2 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷീറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് റെഫ്രഷ് ചെയ്യുന്നതോടുകൂടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ പെർസെൻറ്റേജ് വൈസ് ടോട്ടൽ വന്നു. ഇവിടെ മേലെ ടോട്ടൽ വന്നിട്ടില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ അങ്ങനെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വരുത്താവുന്നതാണ്. വരുത്താൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡാറ്റ ലേബൽ എടുത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ടോട്ടൽ വരും. അപ്പം ഇങ്ങനെ ഒന്നിൽ കൂടുതൽ പിവറ്റ് ടേബിളുകളെ നമുക്ക് ഇതേ രീതിയിൽ
ഉണ്ടാക്കി ഗ്രാഫാക്കി മാറ്റി അത് ഒരു പേജിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ ഗ്രാഫിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാം. ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ പേര് ആവശ്യത്തിന് കൊടുക്കാം. സെയിൽസ് പേഴ്സൺ വൈസ് എന്ന് കൊടുക്കാം. സെയിൽസ് പേഴ്സൺ ടോട്ടൽ സെയിൽസ്. അപ്പം ഇത് പെർസെൻറ്റേജ് ആണ്, ബ്രാക്കറ്റിൽ പെർസെൻറ്റേജ് എന്ന് കൊടുക്കാം. അതൊക്കെ എന്താണോ ഹെഡിങ് വേണ്ടത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തീരുമാനിച്ച് നമുക്കിവിടെ അതിനനുസരിച്ച് ഹെഡിങ്ങുകളൊക്കെ മാറ്റം വരുത്താൻ പറ്റും. ഇപ്പൊ ആരാണ് ഇനി ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടി നമ്മളിപ്പോൾ ഒന്ന് സോർട്ട് ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ മാറ്റം അവിടെ വരും. നമ്മൾ സോർട്ട് എന്നുള്ളതുണ്ട്. നമ്മൾ സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സോർട്ടായി അല്ലേ. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ അവിടെയുള്ള മാറ്റങ്ങൾ ഇവിടെ വരുന്നു. ഇനി ഇവിടെ ഇപ്പം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റോ അല്ലെങ്കിൽ തിരിച്ചോ ആണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. നമ്മൾ അതേപോലെ സെലക്ട് ചെയ്തു. ഇതനുസരിച്ചാണ്, ഈ വാല്യൂ അനുസരിച്ചാണ്. അപ്പോൾ വാല്യൂ സോർട്ടിങ്ങിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായി ആ മാറ്റം പ്രതിഫലിക്കുന്നതാണ്. ചെറിയ രീതിയിൽ നമ്മളിപ്പോൾ ഗ്രാഫ് വിശദീകരിച്ചതാണ്. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്ലൈസർ ആഡ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അതൊക്കെ ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.